നീറ്റ് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. പാർലമെന്റിൽ സമഗ്രമായ ചർച്ച നടത്താൻ സർക്കാർ പൂർണ്ണമായും തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും സ്തംഭിച്ചു. सदन चलने के लिए आप कृपया अपने सीट पर जाकर बैठिए. നീറ്റ് വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഭരണപക്ഷം അറിയിച്ചിട്ടും പാർലമെന്റിൽ പ്രതിഷേധം തുടരുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. ലോക്സഭാ നടപടികൾ ആരംഭിച്ച സമയത്ത് തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുകയായിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് 12 മണിവരെ സഭാ നടപടികൾ നിർത്തിവച്ചു. വീണ്ടും സഭ പുനരാരംഭിച്ചപ്പോൾ സമാന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. പ്രതിഷേധത്തിനിടെ വിഷയത്തിൽ സമഗ്രമായ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. राज्यसभा में हम जिस प्रकार से विपक्ष चाहता है, जिस तारीख को चाहता है, जितना समय चाहिए चर्चा के लिए सरकार तैयार है. പ്രതിപക്ഷ അംഗങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ചർച്ച നടത്താമെന്നും ചർച്ചയുടെ തീയതിയും ദൈർഘ്യവും പ്രതിപക്ഷത്തിന് തീരുമാനിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. ചർച്ചയ്ക്ക് സർക്കാർ കോൺഗ്രസിനെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളെയും സമീപിച്ചിട്ടുണ്ടെന്നും കിരൺ റിജിജു വ്യക്തമാക്കി. कांग्रेस पार्टी के नेताओं से और बाकी विपक्ष के साथियों से हमने पर्सनल लेवल में भी बातचीत किया. हमने आमंत्रित भी किया है कि आपका सुझाव क्या है हमको आप पर्सनली मिलकर बता सकते हैं. പലതവണ നിർത്തിവെച്ച ശേഷം 2 മണിക്ക് ലോക്സഭ പുനരാരംഭിച്ചെങ്കിലും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചതിനെ തുടർന്ന് സഭാ നടപടികൾ പിരിഞ്ഞു. രാജ്യസഭയിലും സമാന സാഹചര്യമായിരുന്നു. സഭ ആരംഭിച്ച സമയം മുതൽ നീറ്റ് വിഷയം ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം ബഹളം വച്ചു. രാജ്യസഭയിലും വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാർ തീരുമാനിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. എന്നാൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു. തുടർച്ചയായ മുദ്രാവാക്യങ്ങൾക്ക് പിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ സഭാമര്യാദകൾ പാലിക്കണമെന്ന് അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ പറഞ്ഞു. തുടർന്ന് രാജ്യസഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. 3 മണിക്ക് സമ്മേളനം പുനരാരംഭിച്ച് മിനിറ്റുകൾക്കുള്ളിൽ രാജ്യസഭ പിരിയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.